ഹായ്, വെൽക്കം ടു എക്സൽ ബ്രൈറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ എൻട്രി ഫോം. അത് എങ്ങനെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഡാറ്റ എൻട്രി നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നതിലും വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടിയും നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോമാണ് ഡാറ്റ എൻട്രി ഫോം എന്ന് പറയുന്നത്. ഇത് സാധാരണ നമ്മളിപ്പോൾ ഒരു ഡാറ്റ എൻട്രി കുറേ ഇൻഫർമേഷൻ നമ്മൾ എൻട്രി ചെയ്യണമെങ്കിൽ സാധാരണ നമ്മൾ ഇവിടെ പോന്നിട്ട് ഈ സെല്ലിൽ വന്നിട്ട് ഓരോരോ ഡാറ്റയും അങ്ങനെ എൻട്രി ചെയ്തിട്ടുള്ള ഒരു ശീലമാണ് നമുക്കുള്ളത്. അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് എൻട്രി ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇത് ഞാനിപ്പം യൂഷ്വലി നമ്മൾ എൻട്രി ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ എൻട്രി ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളിങ്ങനെ ഓരോരോ സെല്ലിലും ഇങ്ങനെ ടാബ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എൻട്രി യൂസ് ചെയ്തിട്ടോ നെക്സ്റ്റ് കോളത്തിലേക്ക് ആ രീതിയിൽ പോകുന്നൊരു ഇതാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ രീതിയാണ്. ഈ ടാബിളിനെ ആദ്യം ഇതിനെ ടാബിൾ എന്നുള്ളൊരു ഫീച്ചറുണ്ട് നമ്മുടെ എക്സലിൽ, അതിലേക്ക് കൺവേർട്ട് ചെയ്യണം. ടാബിൾ എന്നുള്ള ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്മൾ എൻ്റർ ചെയ്യുന്ന എല്ലാ ഡാറ്റയും ആ ടാബിളിന് ഉള്ളിലായിട്ട് നമുക്ക് കിട്ടും. അതിനനുസരിച്ച് ഫോമുലയും മറ്റും വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ഇൻഫർമേഷൻ, അപ്പോൾ അത് ഞാനിത് ഡിലീറ്റ് ആക്കാം. ഈ ഇൻഫർമേഷൻ നമുക്ക് ആദ്യം ടാബിളായിട്ട് കൺവേർട്ട് ചെയ്യാം. ടാബിളായിട്ട് കൺവേർട്ട് ചെയ്യാനൊന്നുമില്ല, ഇൻസേർട്ട് പോവുക, അല്ലെങ്കിൽ കൺട്രോൾ ടി അടിച്ചാലും മതി. ഇങ്ങനെ ഇത് ക്ലിക്ക് ചെയ്ത് ഈ റേഞ്ച് നമുക്ക് ഹെഡർ നിന്നോട്ടെ, മൈ ടാബിൾ ഹാസ് ഹെഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ അടിക്കുക. അതിനുശേഷം നമുക്ക് ഡാറ്റ എൻട്രി ഫോം എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അതിൻ്റെ ടൂള് നമുക്ക് യൂഷ്വലി ഇവിടെ കാണില്ല. അത് നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ മോർ കമൻസ് പോയി എടുക്കണം, അല്ലെങ്കിൽ ഫയലിൽ ഓപ്ഷൻ, അതിനുശേഷം ഈ രണ്ട് ഓപ്ഷനിൽ നമുക്ക് ആഡ് ചെയ്യാം. കസ്റ്റമൈസ് റിബൺ അല്ലെങ്കിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഇതിലെടുത്തിട്ട് ഇവിടെ വന്നതിന് ശേഷം കമാൻഡ്സ് നോട്ട് ഇൻ ദ റിബൺ അല്ലെങ്കിൽ ഓൾ കമാൻഡ്സ് എടുക്കാം. കമാൻഡ്സ് നോട്ട് ഇൻ ദ റിബൺ എടുത്തിട്ട് F എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോം എന്നുള്ളൊരു ഇത് കാണാം, ഒരു ടൂൾ കാണാം. അത് ഇതിലേക്ക് ആഡ് ചെയ്യുക ആദ്യം. അതിനുശേഷം നമ്മൾ ഇവിടെ ഈ ടാബിളിനുള്ളിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഫോം എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ അത്ഭുതകരമായിട്ട് നിങ്ങൾ ഈ ചെയ്ത എല്ലാ ഹെഡിങ്ങും ഇവിടെ വേർട്ടിക്കലായിട്ട് കാണാൻ പറ്റും. അപ്പം ഇതും കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ ഓരോരോ ഡാറ്റയും വളരെ ഈസി ആയിട്ട് ഇങ്ങനെ എൻട്രി ചെയ്യാം. വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക്, അതായത് ഈ വെർട്ടിക്കൽ ഫോർമാറ്റിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഇത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 4300, 2500. ഓക്കെ, എന്നിട്ട് നമ്മൾ എൻ്റർ അടിക്കുക, അല്ലെങ്കിൽ ന്യൂ റെക്കോർഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ എൻ്റർ ചെയ്ത ഡാറ്റ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ടൂളാണ് ഡാറ്റ എൻട്രി ഫോം. നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ക്രൈറ്റീരിയ, ഫൈൻഡ്, പ്രീവിയസ്, റീസ്റ്റോർ, ഡിലീറ്റ്, ഇങ്ങനെ 3-4 ഓപ്ഷനുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ ടേബിളാക്കി കഴിഞ്ഞു. ഇനി അടുത്തൊരു ഷീറ്റിൽ ഇത് ടേബിളല്ല, ഇത് നോർമൽ ഡാറ്റയാണ്. ഇതിനെ ഞാൻ ആദ്യം ടേബിളാക്കി മാറ്റുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ റേഞ്ച് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇൻസേർട്ടിൽ പോയിട്ട് ടേബിൾ പ്രസ് ചെയ്യുന്നു. ഇത് ടേബിളായി കഴിഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ ഫോം ഇതിന് ഇൻസൈഡ് ഇപ്പോൾ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫോം എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടില്ല. നമ്മൾ ആ ടാബിളിനുള്ളിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഫോം കിട്ടും. ഇതിപ്പോൾ ഫസ്റ്റ് ലൈനിലാണ്, 1 of 21 നിങ്ങൾക്ക് കാണാം. ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ വെച്ച് അമെൻഡ് ചെയ്യാം. സെർച്ച് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു ഡാറ്റ സെർച്ച് ചെയ്ത്, ഇപ്പോൾ സപ്പോസ് ഞാനൊരു സെർച്ച് ചെയ്യുന്നത് കാട്ടിത്തരാം എങ്ങനെ സെർച്ച് ചെയ്യാന്നുള്ളത്. ഇപ്പം നമുക്ക് ഗ്രേറ്റർ ദാൻ 2000 എന്ന് ടൈപ്പ് ചെയ്ത്, ഗ്രേറ്റർ ദാൻ 2000 എന്ന് ടൈപ്പ് ചെയ്താൽ 2000-ന് മുകളിൽ ബേസിക് ഉള്ള പോലെ ഡാറ്റ മാത്രം കിട്ടാണ്. 2900, അടുത്തത് 3000, അങ്ങനെ ഓരോന്ന് വരും. എന്നിട്ട് അവരെ ഇൻഫർമേഷൻ നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം. എന്നിട്ട് സപ്പോസ് നമുക്കിവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സാലറിയിൽ ചിലപ്പം എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ ഇവിടെ നമുക്ക് വരുത്തിയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് റോങ് ആയിട്ട് എൻ്റർ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ അറിയാതെ ഇവിടെ 2000 എൻ്റർ ചെയ്യും, ഇവിടെ ഒരു റീസ്റ്റോർ ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ അപ്ഡേറ്റ് ചെയ്ത പ്രീവിയസ് ഡാറ്റയിലേക്ക് പോകും. പിന്നെ നിങ്ങൾ കാണാം ഡിലീറ്റ് പറഞ്ഞാൽ ഏതെങ്കിലും ഡാറ്റ നിങ്ങൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ ഡാറ്റ സെലക്ട് ചെയ്യുക. ആ കൺസേൺ ഡാറ്റ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ 21 ആണുള്ളത്, ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് പോകുന്നതായിട്ട് കാണാം. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും റെക്കോർഡ് ഇവിടെ 20 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് അതിനുശേഷം ഇപ്പോൾ ഡാറ്റ എൻട്രി കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു പുതിയൊരു ഡാറ്റ, ഇപ്പോൾ ഇവിടെ ഉള്ളത് 20 ആണ്, പുതിയൊരു ഡാറ്റ ഇതിൽ എൻറ്റർ ചെയ്യുന്നത് വരുന്നുണ്ടോ, ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എൻറ്റർ ചെയ്യുകയാണ്. ഏതെങ്കിലും ഇന്നത്തെ ഡേറ്റ് തന്നെ ആയിക്കോട്ടെ, ഇന്നത്തെ ഡേറ്റ് ഇട്ടു, ജസ്റ്റ് ടൈപ്പ് ചെയ്യാം കേട്ടോ, SHK2
ലാസ്റ്റ് നെയിം MNB, ഡേറ്റ് ഓഫ് ബർത്ത് 3/2/1987, ബേസിക് 3000, ഓക്കെ. ദെൻ 2500, ഓക്കെ. ട്രാൻസ്പോർട്ട് 1000. എന്നിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പുതിയൊരു ഡാറ്റ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ടോ. ഇവിടെ ഒരു പുതിയ ഡാറ്റ ക്രിയേറ്റ് ചെയ്ത് അത് ഈ ടാബിളിനുള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. ഈ രീതിയിലാണ് നമുക്ക് ഈ ഡാറ്റ എൻട്രി എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എക്സലിൽ. വളരെ ഈസിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഫിനിഷ് ആയി കഴിഞ്ഞു, അതിന് ശേഷം നിങ്ങളെ ഡാറ്റ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടാബിളിനെ നോർമൽ ഫോർമാറ്റിലേക്ക് മാറ്റണമെങ്കിൽ ഇതിൽ ഡിസൈനിൽ പോവുക, എന്നിട്ട് കൺവേർട്ട് ടു റേഞ്ച് എന്ന് അടിക്കാം. അതൊരു ഓപ്ഷന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ടാബിൾ ഓപ്ഷൻ ഉണ്ട്, അതിലും കൺവേർട്ട് ടു റേഞ്ച് എന്ന് അടിച്ച് കഴിഞ്ഞാൽ ആ ടാബിൾ പിന്നെ പോയി. പിന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ടാബിളിൽ ഉള്ളിൽ വരില്ല. അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാനും അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റാർക്കെങ്കിലും ഡാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡാറ്റ എൻട്രി, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡാറ്റ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ വർക്ക് ഫയലുകൾ പെട്ടെന്ന് തന്നെ കൺസോളിഡേറ്റ് ചെയ്യാമെന്നുള്ളത്. ഈ കോപ്പി പേസ്റ്റ് അല്ലാതെ നമ്മൾ യൂഷ്വലി നമ്മൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരുപാട് ഡാറ്റ എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആളുകളെത്തുന്ന ഫയൽ കളക്ട് ചെയ്തിട്ട് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.